വെടിനിർത്തൽ കരാർ പ്രകാരം ഇസ്രായേലിന് ഗാസയിൽ തടവിൽ കഴിഞ്ഞ ബന്ദികളെ ഹമാസ് കൈമാറി. പകരം ഇസ്രായേൽ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്ന 45 ഫലസ്തീനികളുടെ മൃതദേഹം നൽകി. ഇൻ്റർനാഷണൽ കമ്മിറ്റി ഓഫ് റെഡ് ക്രോസ് വഴിയാണ് മൃതദേഹങ്ങൾ ഗാസയിൽ എത്തിച്ചത്. ആകെ 90 മൃതദേഹങ്ങളാണ് ഇസ്രായേൽ ഹമാസിന് കൈമാറിയത്. എന്നാൽ ഈ മൃതദേഹങ്ങളിൽ പലതിലും ക്രൂരമായ പീഡനമേറ്റതിന് ലക്ഷണങ്ങളുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. പല മൃതദേഹങ്ങളും അഴുകിയ നിലയിലുള്ളതാണ്. ചില മൃതദേഹങ്ങളിൽ കൈകാലുകളോ പല്ലുകളോ ഇല്ല. മറ്റുള്ളവയിൽ പലതിലും മണലും പൊടിയും കാണാമായിരുന്നു. പീഡനം നേരിട്ടതിൻ്റെ ലക്ഷണങ്ങളുണ്ടെന്നാണ് മൃതദേഹങ്ങൾ സ്വീകരിക്കുന്ന നാസർ ആശുപത്രിയിലെ അധികൃതർ പറഞ്ഞത്. അതിനിടെ പലസ്തീനികളുടെ മൃതദേഹങ്ങളിൽ നിന്ന് ഇസ്രായേൽ സൈന്യം അവയവങ്ങൾ മോഷ്ടിച്ചതായി ഗാസയിലെ അധികൃതർ ആരോപിച്ചു. ഇസ്രായേൽ നടത്തിയ ഈ കുറ്റകൃത്യം അന്വേഷിക്കാൻ ഒരു അന്താരാഷ്ട്ര സമിതിയെ നിയോഗിക്കണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടു. ഇസ്രായേൽ കഴിഞ്ഞ 3 ദിവസത്തിനിടെ 120 മൃതദേഹങ്ങളാണ് അന്താരാഷ്ട്ര റെഡ് ക്രോസ് കമ്മിറ്റി വഴി കൈമാറിയത്. ഈ മൃതദേഹങ്ങളിൽ മിക്കതും വളരെ മോശം അവസ്ഥയിലാണെന്നാണ് അധികൃതർ പറയുന്നത്. മരിച്ചവരിൽ ചിലരുടെ കണ്ണുകൾ കെട്ടിയ നിലയിലായിരുന്നു. ചില മൃതദേഹങ്ങളുടെ കൈകാലുകൾ ബന്ധിച്ചിരുന്നു. മറ്റു ചിലരെ ശ്വാസം മുട്ടിച്ചതിൻ്റെയും കഴുത്തിൽ കയർ കുരുക്കിയതിൻ്റെയും അടയാളങ്ങളുണ്ടായിരുന്നു. കൊലപാതകമാണ് ഇസ്രായേൽ നടത്തിയതെന്നാണ് ഗാസ അധികൃതർ ആരോപിക്കുന്നത്. കണ്ണുകൾ, മറ്റ് അവയവങ്ങൾ എന്നിവയുൾപ്പെടെ നിരവധി മൃതദേഹ ഭാഗങ്ങൾ കാണാനില്ല. ഇസ്രായേൽ മൃതദേഹങ്ങളുടെ അവയവങ്ങൾ മോഷ്ടിച്ചതായി ഗാസ അധികൃതർ ആരോപിക്കുന്നു. എന്നാൽ ആരോപണങ്ങളോട് ഇസ്രായേൽ സൈന്യം പ്രതികരിച്ചിട്ടില്ല. 67 കുട്ടികളടക്കം 735 പലസ്തീൻ തടവുകാരുടെ മൃതദേഹങ്ങൾ നിലവിൽ ഇസ്രായേലിൻ്റെ കൈവശമുണ്ടെന്ന് പലസ്തീൻ അധികൃതർ അറിയിച്ചു. തെക്കൻ ഇസ്രായേലിലെ നെഗേവ് മരുഭൂമിയിലുള്ള സൈനിക താവളത്തിൽ ഗാസയിൽ നിന്നുള്ള 1500ഓളം പലസ്തീനികളുടെ മൃതദേഹങ്ങളുണ്ടെന്നും ആരോപണം ഉയർത്തുന്നു. ഈ മാസം ആദ്യം ഹമാസും ഇസ്രായേലും തമ്മിൽ ഒപ്പുവെച്ച വെടിനിർത്തൽ കരാർ പ്രകാരം ഏകദേശം 2000 പലസ്തീൻ തടവുകാരെ നൽകുന്നതിന് പകരമായി ഹമാസ് 20 ഇസ്രായേൽ ബന്ദികളെ മോചിപ്പിക്കുകയും 10 തടവുകാരുടെ ഭൗതികാവശിഷ്ടങ്ങൾ കൈമാറുകയും ചെയ്തു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവതരിപ്പിച്ച 20 ദിന പദ്ധതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ കരാർ. വർഷങ്ങൾ നീണ്ട സംഘർഷത്തിനൊടുവിലാണ് ഗാസയിൽ വെടിനിർത്തൽ ഉണ്ടായത്. നിരവധി ജീവനുകൾ പൊലിഞ്ഞ രക്തരൂഷിതമായ യുദ്ധത്തിന് ശേഷമാണ് ഗാസയിൽ ആക്രമണം നിരച്ചത്. വെടിനിർത്തൽ കരാർ ഒപ്പിട്ടപ്പോൾ ലോകം മുഴുവൻ ആഹ്ലാദിക്കുകയും ചെയ്തു. എന്നാൽ ഗാസയിൽ ഇപ്പോഴും വെടിവെച്ച് നിലച്ചിട്ടില്ലെന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നത്. ഗാസ സിറ്റിയിൽ ഹമാസും പ്രാദേശിക സംഘങ്ങളുമായുള്ള ഏറ്റുമുട്ടൽ തുടരുകയാണ്. ഏറ്റുമുട്ടലിൽ നിരവധി പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ പറയുന്നു. അതിനിടെ മുന്നറിയിപ്പുമായി US പ്രസിഡന്റ് ട്രംപ് എത്തി. ഗാസയിൽ ആക്രമണം തുടർന്നാൽ ഹമാസ് ഗുരുതര പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നാണ് ട്രംപിൻ്റെ ഭീഷണി. ആഭ്യന്തര രക്തച്ചൊരിച്ചിൽ തുടർന്നാൽ ഹമാസ് അംഗങ്ങളെ കൊല്ലുകയല്ലാതെ മറ്റ് വഴിയില്ലെന്നും ട്രംപ് പറഞ്ഞു.